ഹായ് വെൽക്കം ബാക്ക്. ഇന്നൊരു ബീഫ് കറീൻ്റെ റെസിപ്പി ആട്ടോ. ബീഫ് കറി എന്ന് വെച്ചാൽ സാധാ ബീഫ് കറിയല്ല, ബീഫ് പച്ച വെച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായ, ഒരു പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ ചെറിയ ജീരകം അതിട്ടിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഇതാ ഒരു മീഡിയം സൈസുള്ള ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ്, ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക ചെയ്യുന്നത്. ചോപ്പറിൽ എന്ന് പറയാൻ കാരണം നന്നായിട്ട് ചോപ്പായിട്ട് വേണേ ഉള്ളി ഇടാൻ, ചെറിയ ചെറിയ പീസായിട്ട് വേണോ. അപ്പോൾ ചോപ്പറിൽ ഏറ്റവും ബെസ്റ്റ്. ചോപ്പർ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടാൻ കുഴപ്പമില്ല. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 2 പച്ചമുളക് നീളത്തോടെ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടണേ, വാടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഒരു നന്നായിട്ട് പഴുത്തൊരു തക്കാളി, മീഡിയം സൈസ് തക്കാളി ഒന്ന് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ്. അധികാരം ഉണ്ടാക്കിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അധികം മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. എന്നിട്ട് ഇത് നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബീഫാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ബീഫ് ഇപ്പം ഞാൻ 1/2 കിലോ ബീഫാണ്, കൊട്ടൊന്നും ഇല്ലാത്ത ബീഫ് 1/2 കിലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം, ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട. ഇത് വേവാനുള്ള വെള്ളം നോക്കിയിട്ട് അങ്ങനെ അതും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാമെന്ന് ചെയ്യുന്നത്. ഒരു 5-6 വിസിൽ എനിക്ക് ബീഫ് വെന്ത് കിട്ടീനെ. അപ്പോൾ ഓരോ ബീഫിൻ്റെ കറക്റ്റ് നോക്കിയിട്ട് അങ്ങനെ വിസിലേൽപ്പിക്കുക. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ ബീഫെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒഴിക്കുന്ന തേങ്ങയാണ് ഒരു കൈപ്പിടി തന്നെ തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചതാണ്. അതുകൂടി അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കുന്നില്ലേ, വെറും തേങ്ങ മാത്രം. അതും കൂടി അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തേങ്ങയൊന്ന് തിളച്ചിട്ടൊന്ന് തേങ്ങയും ഈ കറിയെല്ലാം കൂടിയിട്ടൊന്നും സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, ഉപ്പുണ്ടോയെന്നോ അല്ലെങ്കിൽ സ്പൈസി ആണെന്നോ എന്താണെന്നുള്ളത് നോക്കണോ. ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ എരിവെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത്. ലാസ്റ്റ് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില ഒന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, കറി സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ. ഇനിയൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ ഇത് സെറ്റായിക്കോളൂ. അടിപൊളിയാണ്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീ റൈസിന്, നമ്മൾ നെയ്ച്ചോറിന് ഈ ഒരു കറിയും കുറച്ച് സലാഡും മാത്രമേ വേണ്ടൂ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.